ഹായ് ഡിയേഴ്സ്, ഞാൻ ഇന്നൊരു ഓൾട്രേഷൻ വീഡിയോ ആയിട്ടാട്ടോ വന്നേക്കുന്നത്. ഇതെനിക്ക് എൻ്റെ അമ്മ മേടിച്ചു തന്നൊരു ചുരിദാറാട്ടോ. ഒരുപാട് നാളായി തയ്ക്കാനുള്ള മടി കൊണ്ട് ഞാൻ മാറ്റി വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഇത് ഓൾട്രേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാനിതിപ്പോൾ നേരെ ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് കട്ട് ചെയ്യാൻ പോവാം കേട്ടോ. കാരണം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് XXL ആണ്. എനിക്കിതിനെ ആക്കേണ്ടത് സ്മോളിലോട്ടാണ്. അപ്പോൾ എന്തായാലും ഇതിൽ നിറയെ പീസുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അഴിച്ച് മെനക്കെടണ്ട, ഇതങ്ങ് നേരെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുകയാണ്. ഒരു 40 ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്യുകയാണ്. 6.5 ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ആം ഹോൾ മാർക്ക് ചെയ്യുകയാണ്. ഒരു 6 ഇഞ്ച്. ഈ 6 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മളിവിടെ എത്രയാണോ ഷോൾഡർ എടുത്തത് അതും കൂടി ഇവിടെ കറക്റ്റ് ആണോ എന്ന് നോക്കിക്കോണം. അപ്പോൾ നമുക്കിവിടെ ആം ഹോളിൻ്റെ കർവ് വരച്ചു കൊടുക്കാം. ഈ ലൈൻ ഉണ്ടല്ലോ നമ്മളിവിടെ മാർക്ക് ചെയ്തില്ലേ, ഇതും കൂടി അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഇപ്പം നിങ്ങൾ വിചാരിക്കും അയ്യോ ഇവിടെ ഇങ്ങനെ കട്ടായി പോയല്ലോ. സാരില്ല, നമ്മുടെ ബാക്ക് നെക്ക് വരുമ്പോൾ അതിറങ്ങും, ഫ്രണ്ട് നെക്ക് വരുമ്പോഴും അതിനും നമുക്ക് ഇത് വരും കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ഞാൻ വരച്ചു കൊടുത്തു. ഇനി ഞാൻ എൻ്റെ ചെസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്യുകയാണ്. എനിക്ക് 9.5 വേണ്ടത്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ബാലൻസ് ഏകദേശം കഷ്ടിച്ചൊരു 1.5 ഉണ്ട്. 1 ഇഞ്ചൊക്കെ നമുക്ക് തയ്യൽ തുമ്പ് മതിയാവും, ധാരാളമാണ്. അപ്പോൾ ഞാൻ 9.5 മാർക്ക് ചെയ്തു. തയ്യൽ തുമ്പും ഉണ്ട്. നേരെ ഞാൻ എൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യുകയാണ്. 14 മാർക്ക് ചെയ്തു. എന്നിട്ട് ഇത് നമ്മുടെ വേസ്റ്റ് റൗണ്ടാട്ടോ. ഹിപ്പിൻ്റെ അവിടത്തെയും ചെസ്റ്റും ഹിപ്പിനും ഇടയിൽ വരുന്ന നമ്മുടെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതാണ് വേസ്റ്റ് റൗണ്ടാട്ടോ. അത് ഞാൻ 8.5 മാർക്ക് ചെയ്തു. എനിക്ക് 8.5 ഇവിടെയും ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുള്ളൂ, അത് മാർക്ക് ചെയ്തു. വീണ്ടും ഞാൻ നേരെ താഴോട്ട് എൻ്റെ സ്ലിറ്റ് മാർക്ക് ചെയ്യുകയാണ്. എൻ്റെ സ്ലിറ്റ് വന്നിട്ട് 19.5 അപ്പം ഞാൻ 19.5 മാർക്ക് ചെയ്തു. സ്ലിറ്റിൻ്റെ അവിടുത്തെ ഷേപ്പ് എന്ന് പറയുന്നത് എനിക്ക് സെയിം തന്നെയാണ്. നമ്മൾ ചെസ്റ്റിൻ്റെ ഇവിടെ കൊടുത്ത് എത്രയാണോ അത് തന്നെയാട്ടോ. 9.5 വരുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. ഇവിടെ 1 ഇഞ്ച് കൊടുത്തത് കൊണ്ടല്ല, സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ എപ്പോഴും 1 ഇഞ്ചേ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ കൊടുത്തിട്ട് ഈ സ്ലിറ്റിൻ്റെ അവിടെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഷേപ്പ് വരച്ചതിൽ കൂടിയല്ല നമ്മൾ കട്ട് ചെയ്യേണ്ടേ, നമ്മൾ ഇതിൽ കൂടി തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ കൂടി ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇങ്ങനെ അങ്ങ് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ സ്ലിറ്റ് താഴത്തെ ഫ്ലെയർ മാർക്ക് ചെയ്യുകയാണ്. ഞാനിതിന് 1 ഇഞ്ചൊന്നും കൂട്ടിയിടുന്നില്ല. നമ്മളിവിടെ എത്രയാണോ എടുത്തത് അതേ അളവ് തന്നെയാണ് ഞാൻ നേരെ താഴെ മാർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 9.5 + 1.5 10.5 കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് ഇത് യോജിപ്പിച്ച് കൊടുക്കാം. കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കാൻ വേണ്ടി തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് ഞാൻ ഇട്ടേക്കുവാണേ. ഞാൻ ബാക്ക് നെക്കോ ഫ്രണ്ട് നെക്കോ ഒന്നും കട്ട് ചെയ്യുന്നില്ല. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷമേ ഞാൻ ഇത് കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. കാരണം ഇത് ഓൾറെഡി ഇവിടെ നെക്ക് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതിനിട്ട് കട്ട് ചെയ്ത് ഒരു ഇത് വേണ്ട, ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ബാക്ക് ഫ്രണ്ട് നെക്കും കട്ട് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, ഞാൻ സ്ലീവ് ഒന്നും അഴിച്ചിട്ടില്ല. എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കോ കേട്ടോ. കാരണം എല്ലാം നമുക്ക് ഉണ്ടാവും. XXL അല്ലേ, XXL. ഇതിപ്പോൾ ഞാൻ സ്മോള് പറഞ്ഞു, മീഡിയം വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്യാം കേട്ടോ. എല്ലാവരുടെയും കയ്യിൽ ഇതേപോലെ ചുരിദാറുകൾ കാണും. കാരണം ആരെങ്കിലും നമ്മുടെ റിലേറ്റീവ്സോ നമ്മുടെ അമ്മമാരോ ഒക്കെ പോയി എടുത്തിട്ട് വരുമല്ലോ. അവർക്ക് ഈ സ്മോള് മീഡിയം എന്നൊക്കെ പറയുന്ന സൈസുകളൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതേപോലെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചുരിദാർ ഇങ്ങനെ എടുത്തുകൊണ്ട് വരും. ഇതെൻ്റെ അമ്മ എനിക്ക് മേടിച്ചു തന്നെ കേട്ടോ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ഒരു ഇച്ചിരി അടിപ്പുണ്ടായിരുന്നു. ഇതിനിപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് സൂക്ഷിച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു കോട്ടൺ മിക്സ്ഡ് വരുന്ന ഒരു മെറ്റീരിയലാണ്, ഒരു ലുറക്സ് ലൈനൊക്കെ വരുന്നൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട് ലൈനിങ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ മുട്ടുപിൻ വെച്ചിട്ട് കുത്തി കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു പീസ് എടുക്കുക. ഇത് ബാക്ക് പീസാണ്, ഇത് നമ്മുടെ ഫ്രണ്ട് പീസാണ്. ഞാൻ ഇനിയിപ്പോൾ നെക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ
സാധാരണ ഞാൻ കുറച്ച് ചെറിയ നെക്കാണ് എടുക്കുന്നത്, 2.25 സാധാരണ ഞാൻ എടുക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഒരു 3.25 എടുക്കുക കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആ നെക്ക് കണ്ടോ, ഒരു നെക്ക് തയ്ച്ചതിൻ്റെ ഈ ഒരു പീസ് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒന്ന് വൈഡാക്കാമെന്ന് വിചാരിച്ചു. 3.5 എടുത്താലും കുഴപ്പമില്ല, 3.5 നമുക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം കൊടുക്കാം ഒരു 6 ഇഞ്ച്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള നെക്ക് കേട്ടോ, നിങ്ങൾക്ക് ഏത് നെക്കാണോ ഇഷ്ടം ആ നെക്ക് തയ്ക്കാം. ഞാനിതിപ്പോൾ ഒരു വിയും അല്ല, ഒരു ഓവൽ വരച്ചു. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം, കാരണം ഇതിൽ ക്യാൻവാസിന് ഒട്ടിക്കാനുള്ള പീസൊന്നും നമുക്കില്ല. അപ്പോൾ ലൈനിങ് അടിച്ച് തിരിച്ചിട്ടിട്ട് വേണം നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അതും ഇതേപോലെ കറക്റ്റായിട്ട് വെക്കുക. ഇപ്പം നിങ്ങൾ എടുക്കുന്ന അളവ് എന്തെങ്കിലും മാറിപ്പോവോ അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഇത് കണ്ടോ, നമ്മൾ നേരത്തെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് ആ പീസ് എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുക, മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എത്രയാണോ നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം വേണ്ടത്, എനിക്കൊരു 2.5 മതി, അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുമായിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഷോൾഡർ ചരിച്ച് നമ്മളൊരു അരയിഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞില്ല, അപ്പോൾ അതും കൂടി ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക് നെക്ക് കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട് നെക്കിന് നമ്മൾ 2 കാര്യങ്ങൾ ചെയ്യാനാണ് വിട്ടുപോയേക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്ന്, നമ്മൾ ഷോൾഡർ ചരിച്ച് കട്ട് ചെയ്തില്ല. 2, നമ്മൾ നമ്മുടെ ആം ഹോള് കുഴിച്ച് കട്ട് ചെയ്തില്ല. ഇത് 2ഉം ഞാൻ ചെയ്തിട്ടില്ല. വീഡിയോ എടുക്കുന്നെന്നുള്ളൊരു കാര്യം നമ്മൾ വിട്ടുപോകും. സ്ഥിരമായിട്ട് നമ്മൾ ഈ തയ്ക്കാനൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കാം. ഉണ്ടോ, ഇതുപോലെ അങ്ങ് കുഴിച്ചങ്ങ് വെട്ടി കൊടുക്കാം. ഇത് വെട്ടണം കേട്ടോ, ഇത് വെട്ടാതെ തയ്ക്കരുത്. കാരണം ഇത് വെട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ നല്ലപോലെ ചുളുക്കായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതും കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്ക് എന്താ കട്ട് ചെയ്യേണ്ടേ? നമ്മുടെ സ്ലീവാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു സ്ലീവ് ആട്ടോ എടുത്ത് വെച്ചേക്കുന്നത്, ഒരു സ്ലീവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ദാ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്തിനാ ഇത്രയും പീസ് കളഞ്ഞതെന്ന്. ഇത് കണ്ടോ, ഇപ്പുറത്തെ സ്ലീവിന് വന്നിട്ട് ഈ ഒരു പോർഷനിൽ ഇച്ചിരി ഡാമേജ് ഉണ്ട്, ഒരു ഇച്ചിരി കളറ് ഫെയ്ഡായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് മടക്കി അടിക്കാനുള്ളതും കൂടി എടുത്തു കഴിഞ്ഞ് ഇതങ്ങ് അകത്ത് പോകുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ലീവ് അതേ അളവിൽ ഇത്രയും അങ്ങ് പോർഷൻ കളഞ്ഞിട്ട് തയ്ക്കാൻ എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇന്നൊരു പഫ് സ്ലീവ് ആയിട്ടാട്ടോ വന്നേക്കുന്നത്. നിങ്ങൾ വിചാരിക്കും ഏത് ചുരിദാർ തയ്ച്ചാലും പഫ് സ്ലീവ് എന്ന്. എന്താണെന്നറിയത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പഫ് സ്ലീവ്, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ദാ ഇവിടെ 8 ഇഞ്ചാണ് ഇന്ന് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 8 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. പഫിനുള്ളത് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല. 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെ നിന്നും അതേപോലെ ഞാൻ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇത് നമുക്കൊന്ന് വരയ്ക്കാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നിന്ന് എൻ്റെ ഒരു അളവെന്ന് പറയുന്നത് ഒരു 3.5 വേണ്ട, 3.5യുടെ ഒരു പോയിൻ്റ് മേളിലാണ്. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ആ സ്ലീവ് വരയ്ക്കുക കേട്ടോ. അപ്പോൾ പഫ് മാർക്ക് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ഈ ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്തിട്ടില്ല. ഞാൻ നേരെ പഫ് കൊടുക്കുകയാണ്. എപ്പോഴും ഞാൻ 3 കൊടുക്കുന്നത്, ഇന്ന് ഞാൻ 3.5 കൊടുക്കുക കേട്ടോ. അപ്പോൾ 3.5 ഞാൻ പഫിന് മാർക്ക് ചെയ്ത് കൊടുത്തു. നമ്മൾ ഈ മാർക്ക് ചെയ്തതിൽ നിന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ സ്ലീവിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 6.25 സ്ഥിരം മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ഞാനിപ്പോൾ 6.25 മാർക്ക് ചെയ്യുന്നില്ല, 6.25 മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 3.5 എടുത്തുകൊണ്ടാണ് ഇത്ര ഇങ്ങനെ വലുതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇത് തയ്ച്ച് വരുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ.
ഇവിടെ ഞാനൊരു 1/4 ഇഞ്ച് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തയ്യൽ തുമ്പ് ഇട്ടിട്ടില്ലായിരുന്നു, അതിൻ്റെയും കൂടി ചേർത്തിട്ട് ഒരു 1/4 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തേ കേട്ടോ. അപ്പം നിങ്ങളിടുമ്പോൾ തയ്യൽ തുമ്പ് ചേർത്തിടണേ, മറന്നു പോകരുത്. അപ്പം നമ്മളിപ്പുറത്തെ സ്ലീവ് എടുത്ത് വെച്ചു. അപ്പം നേരെ ഞാൻ സ്ലീവ് എടുത്ത് മറ്റേ സ്ലീവിൻ്റെ മേലിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ട് തന്നെ വേണം കട്ട് ചെയ്യാനായിട്ടോ. അതായത് കണ്ടോ, ഇങ്ങനെ ഈ സ്ലീവ് ഇവിടെ കട്ട് ചെയ്താൽ ഈ സ്ലീവ് നേരെ തിരിച്ചിട്ടിട്ട് ഇപ്പുറത്ത് വേണം കട്ട് ചെയ്യാൻ. ഇങ്ങനെ തന്നെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരിടത്ത് വെക്കേണ്ട സ്ലീവായി മാറുമേ. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അപ്പോൾ നമുക്ക് തയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല വശത്താണ് നമ്മുടെ ലൈനിങ്ങിൻ്റെ പീസ് എടുത്ത് വെച്ച് കൊടുത്തിട്ട് നെക്ക് അടിക്കുവാണ്. ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഒക്കെ വെച്ചിട്ട് നമുക്ക് നെക്ക് ഇങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ. ഇതെങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ അടിച്ചതിൻ്റെ അടുത്ത് ഇതേപോലെ അകത്ത് ഇതേപോലെ വെട്ടിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ വെട്ടിട്ട് കൊടുത്താലേ നമ്മുടെ നെക്ക് നല്ല നീറ്റായിട്ടൊക്കെ ഇരിക്കത്തുള്ളേ. അപ്പോൾ എല്ലാവരും ഇതേപോലെ വെട്ടിട്ട് കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. എന്നിട്ട് ഞാൻ ആ ലൈനിങ്ങിൻ്റെ മേളിൽ, നമ്മുടെ നല്ല തുണിയുടെ മേളിലല്ല, ലൈനിങ്ങിൻ്റെ പുറത്ത് ഇതേപോലെ ഒരു പതിച്ചടിച്ച് കൊടുക്കുവാണ്. ആ നെക്ക് നല്ല നീറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ഒരു പതിച്ചടി കൊടുക്കുന്നത്. അതല്ലാതെയും നമുക്ക് അടിക്കാം, പക്ഷെ കുറച്ചും കൂടി നെക്ക് നല്ല നീറ്റായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പതിച്ചടിക്കണം കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നെക്കിൻ്റെ അരികിൽ കൂടി ഇങ്ങനെ അടിച്ചെടുക്കുവാണ്. ഇതിപ്പോൾ നമ്മൾ ലൈനിങ് വെച്ച് തയ്ച്ചുകൊണ്ട് ഇതിന് ക്യാൻവാസോ അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ. എക്സ്ട്രാ പീസ് കട്ട് ചെയ്ത് വയ്ക്കുക ഒന്നും വേണ്ട നെക്ക് അടിക്കാനായിട്ട്. വളരെ സിമ്പിളാണ് ഇങ്ങനെ തയ്ക്കാൻ കേട്ടോ. എന്നിട്ട് നമ്മൾ ലൈനിങ് അടിച്ചിട്ടില്ലായിരുന്നല്ലോ, അപ്പോൾ ആ ലൈനിങ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ്. ലൈനിങ് കംപ്ലീറ്റ് ഇതേപോലെ നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു മോഡൽ തയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിമെയ്ഡിലൊക്കെ ഇങ്ങനെയാട്ടോ വരുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടി എളുപ്പമാണ്. ഇതേപോലെ നെക്ക് എക്സ്ട്രാ പീസ് കട്ട് ചെയ്ത് വെക്കേണ്ട, ക്യാൻവാസ് വേണ്ട, ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ ബാക്ക് നെക്ക് തയ്ക്കാൻ എടുത്തപ്പോൾ ഓൾറെഡി ഇതിനകത്ത് നെക്ക് തയ്ച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവരടിച്ച് വെച്ച് ആ പീസ് അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനങ്ങ് അഴിച്ച് കളഞ്ഞു. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് നെക്ക് അടിച്ച പോലെ തന്നെ നല്ല വശത്തോട്ട് നമ്മുടെ ലൈനിങ് ക്ലോത്ത് എടുത്ത് വെച്ചിട്ട് ഇതേപോലെ അടിച്ചിങ്ങെടുക്കുവാണ്. എന്നിട്ട് ഇതും നെക്കിൻ്റെ സൈഡിൽ ഇതേപോലെ വെട്ടിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ വെട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നെക്ക് നല്ലപോലെ നിൽക്കത്തുള്ളൂ, അല്ലാതെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒരുപാട് തിരിച്ചുളുങ്ങിയൊക്കെ ഇരിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ വീണ്ടും നമ്മുടെ ലൈനിങ് ക്ലോത്തിൻ്റെ മേളിൽ ഒരു പതിച്ചടി കൊടുക്കുവാണ്. ഇനിയിപ്പോൾ അത് നേരെ നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്ത പോലെ അടിക്കുന്നില്ല, കാരണം ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഷോൾഡർ രണ്ടും ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ഈ ലൈനിങ് ഉണ്ടല്ലോ ബാക്കിൻ്റെ, ആ ലൈനിങ്ങിൻ്റെ പുറത്ത് അത് കവർ ചെയ്യുന്നില്ല, ആദ്യം ഇങ്ങനെ ഇതേപോലെ അടിച്ചെടുക്കാം. അതിന് ശേഷം വേണം നമ്മൾ ഇതേപോലെ പുറത്തോട്ട് എടുത്ത് വെച്ച് കറക്റ്റായിട്ട് കൊടുത്തിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഇങ്ങനെ കവർ ചെയ്തടിക്കുമ്പോൾ നമ്മുടെ ഷോൾഡർ നല്ല നീറ്റായിട്ടിരിക്കും. ഈ ലൈനിങ് നമ്മൾ എക്സ്ട്രാ ക്യാൻവാസോ അങ്ങനെയുള്ളതൊന്നും വെക്കാത്തതുകൊണ്ട് ഷോൾഡറിൻ്റെ ഒരു തയ്യൽ തുമ്പ് പോലും പുറത്ത് കാണത്തില്ല കേട്ടോ. കംപ്ലീറ്റ് കവറായിട്ട് നിൽക്കും. അപ്പോൾ അതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ ബാക്ക് നെക്ക് ഇതേപോലെ അടിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇതേപോലെ നമ്മൾ ഫ്രണ്ട് നെക്ക് അടിച്ചില്ലേ, അതേപോലെ തന്നെ അരികിൽ കൂടി ബാക്ക് നെക്ക് അടിച്ചെടുക്കുക. അപ്പം നമ്മൾ ബാക്കിലെ ലൈനിങ് നമ്മൾ അടിച്ചു കൊടുത്തില്ലായിരുന്നല്ലോ, അത് അറ്റാച്ച് ചെയ്തില്ലല്ലോ, അപ്പോൾ അതും കൂടി ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ്. നമ്മളെല്ലാം കംപ്ലീറ്റ് എല്ലാ വശവും ഇതേപോലെ ലൈനിങ് അടിച്ചിങ്ങെടുക്കണം കേട്ടോ. കാരണം നമ്മൾ നോർമൽ ഒരു ചുരിദാർ തയ്ക്കുമ്പോൾ ആദ്യം ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാൻവാസോ എക്സ്ട്രാ പീസോ ഒന്നും വെച്ചിട്ടല്ല നമ്മൾ നെക്ക് അടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാട്ടോ ഇതെല്ലാം അടിച്ച് കഴിഞ്ഞിട്ട്, നെക്ക് തയ്ച്ച് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ലൈനിങ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ നേരെ സ്ലീവ് അടിക്കുവാണ്. അപ്പോൾ സ്ലീവിന് എനിക്ക് തോന്നി ചെറിയ സ്ലീവാണല്ലോ ഇന്ന് വെച്ചത്, അപ്പോൾ ഒരിച്ചിരി വീതിയുള്ള, ഇങ്ങനെ മടക്കി വീതിയുള്ള പീസ് വരുവാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും തോന്നിയിട്ട് നമ്മൾ ആ വെട്ടിക്കളഞ്ഞ പീസ് ഉണ്ടല്ലോ സ്ലീവിൻ്റെ, അതെടുത്ത് വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒരു ഇഞ്ചിന് അകത്തോട്ട് ഇങ്ങനെ വീതി വരുന്ന രീതിയിൽ ഇത് അടിച്ചു കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ അടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്കിത് ചെറുതായിട്ടൊരു 1/2 ഇഞ്ചിൻ്റെ വെച്ചിട്ട് കവർ ചെയ്ത് ഇങ്ങനെ അടിച്ചു വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ അടിച്ചാൽ മതി കേട്ടോ. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഒരു ഇഞ്ചിൻ്റെ വീതി വരുന്ന രീതിയിലാട്ടോ അടിച്ചെടുക്കുന്നത്. ഇനിയിപ്പം നേരെ ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പോവാണ്.
അപ്പോൾ പഫ് സ്ലീവ് ആയതുകൊണ്ട് ഇച്ചിരി കൂടുതൽ പഫ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കൂടുതലായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ ഇതേപോലെ ഇതാ ചെറുതായിട്ട് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ നമുക്ക്. ഷോൾഡർ ഉള്ളതുകൊണ്ട് ടോപ്പിൻ്റെ സെൻറ്റർ നമുക്ക് വേഗം അറിയാൻ പറ്റും. സ്ലീവിൻ്റെ സെൻറ്റർ അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ ഒരു മാർക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് എവിടെ വന്ന് നിൽക്കണം എന്ന് നല്ല കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാൻ ദാ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പഫിനുള്ള പ്ലീറ്റ്സ് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇടുന്നതാട്ടോ നല്ലത്. അപ്പോൾ ഈ സൈഡിലോട്ട് ഒരു സൈഡ് ഇട്ട് കഴിഞ്ഞ് സെൻറ്റർ വന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് കുറച്ച് പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം നമ്മൾ കൈ വെച്ച് നോക്കണം. ആ വെച്ച് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല കൂടുതൽ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അഴിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് നോക്കിയിട്ട് വേണം തയ്ക്കാനായിട്ട്. കണ്ടോ നല്ല നല്ല അടിപൊളി പഫാട്ടോ വന്നേക്കുന്നത്. ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ല അടിപൊളി പഫ് കിട്ടും. അപ്പോൾ പഫ് ഇപ്പോൾ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ചുരിദാർ ഷേപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങളുടെ അളവുകൾ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുമല്ലോ, അപ്പോൾ അതേപോലെ നമ്മുടെ ഷേപ്പിന് അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ എൻ്റെ ഷേപ്പിന് കറക്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, എന്തടിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 തവണ സ്റ്റിച്ച് ചെയ്യുക, റീസ്റ്റിച്ച് ചെയ്യാൻ മറന്നു പോകരുത്. ഇത് പൊട്ടിക്കഴിഞ്ഞിട്ട് തയ്ക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ തയ്ക്കുമ്പോൾ തന്നെ അത് 2 തവണ തയ്ച്ച് പോകുന്നത് കേട്ടോ. അത് ആദ്യമേ നമ്മൾ ശീലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്താലും അത് ചെയ്യും. പിന്നെ ഞാൻ നേരെ സ്ലിറ്റ് അടിക്കുകയാണ്. സ്ലിറ്റിന് ചുളുക്കൊന്നും വരത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ലിറ്റാണ് നമ്മൾ കട്ട് ചെയ്തത്. നമ്മളൊരിച്ചിരി പീസൊക്കെ കൂടുതൽ ഫ്ലെയറിന് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ സ്ലിറ്റിന് ചുളുക്ക് വരത്തുള്ളൂ. അതല്ലാത്ത ഒരു സ്ലിറ്റും നമുക്ക് ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഒരു ചുളുക്ക് പോലും ഇല്ലാതെ വളരെ നീറ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് ഞാനിവിടെ ആ സ്ലിറ്റിൻ്റെ അരികിൽ കൂടി ഒരു അടി അങ്ങ് അടിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അടി അടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ ടോപ്പിൻ്റെ താഴെ ഒരു പീസ് വരുന്നത് കൊണ്ട് ഞാൻ ആ താഴെ മടക്കി അടിക്കുന്നില്ല കേട്ടോ. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ എന്ത് രസമായിട്ടുണ്ടെന്ന്. ആദ്യം ഞാൻ ഇട്ടപ്പോൾ എങ്ങനെയായിരുന്നു, ഇപ്പം അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.